ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിസീസ് ഹോം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കൻ ആണ്. വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഡീറ്റെയിൽസ് മിസ്സാവാതിരിക്കത്തുള്ളൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ഫുൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്കിനി മാറ്റി വയ്ക്കാം. അതിനുശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ വരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉൾഭാഗത്ത് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് വേണം വരഞ്ഞു കൊടുക്കാൻ. അപ്പോൾ വരഞ്ഞു കൊടുക്കുന്നത് ചെറുതായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മസാലകൾ ഉള്ളിലോട്ട് പിടിക്കത്തില്ല. അപ്പോൾ ഉള്ളിൽ വരെ എത്തുന്ന രീതിക്ക് നന്നായിട്ട് വരഞ്ഞ് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വരഞ്ഞെടുക്കാം. അടുത്തതായി ചിക്കനിൽ ചേർക്കേണ്ട മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പകുതി നാരങ്ങയുടെ നീരാണ് വേണ്ടത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ബാർബിക്യൂ മസാല, 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു വലിയ തണ്ട് മല്ലിയില, ഒരു വലിയ തണ്ട് പുതിനയില, 1/2 കപ്പ് തൈര്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ തൊലി കളഞ്ഞു വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ തൈരിൻ്റെ ഒരു ഇതിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ മസാല പിടിക്കുന്ന രീതിക്ക് വേണം മസാല ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല കറക്റ്റാണ് നമ്മുടെ ചിക്കന്, എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന്. അപ്പോൾ ഉള്ളിലേക്ക് എത്തുന്ന രീതിക്ക് നമ്മളിപ്പോൾ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ അതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ നമ്മുടെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുത്തതായി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ട കനലൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചാർക്കോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കനലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കനലായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം നന്നായിട്ട് കനലായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കനലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 2 ഭാഗവും നന്നായിട്ട് കുക്കായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇതിലിപ്പോൾ ഞങ്ങളിപ്പോൾ ബട്ടർ കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ കൂടി നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാറില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഗ്രില്ലായി കിട്ടാറായിട്ടുണ്ട്. ഏകദേശം ഒരു വശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ബട്ടർ കൂടി നമ്മൾ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ചിക്കൻ എടുക്കാം. നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ചിക്കൻ എടുക്കുന്നുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇളകി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നല്ല ചൂടാണ്. ചിക്കനിൽ നമ്മൾ മസാല പുരട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഫുള്ളായിട്ട് 2 ഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഗ്രിൽഡ് ചിക്കന് പ്രത്യേക ടേസ്റ്റാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചേർക്കുന്ന മസാലയിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അളവിലൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും അതിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒന്നാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേ മസാലയിൽ തന്നെ നമ്മൾ പനീർ കൂടി ചേർത്ത് നമ്മൾ ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. പനീറിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് മാത്രം മതി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അതുകൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബൈ.